പാർക്കിലാണ്, ഗാർഡനിലാണ്. ആക്ച്വലി ഇവിടെ കണ്ടറിയാം, മഴ പെയ്ത് നല്ല ക്ലൈമറ്റാണ്, നല്ല വ്യൂ ആണ് ഇവിടുന്ന് കാണാനായിട്ട്. ഇപ്പം ഞാൻ എന്താ പറയാൻ വന്നു വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ പുറത്തേക്ക് പോവാണ്. അതായത് ജസ്റ്റ് ഞങ്ങൾ അക്കോമഡേഷനിൽ വന്ന് പാർക്കിൽ ഇവിടെ ഒരു വീഡിയോ ഇൻട്രഡക്ഷൻ കൊടുക്കാന്ന് വെച്ച് ഇവിടെ വന്നതാണ്. ഇപ്പോൾ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സൈറ്റിലോട്ടാണ്. എന്തിനാണ് പോകുന്നതെന്ന് അറിയോ? ഷൻസുവിന് എൻ്റെ കൂടെ ഉണ്ട് ആള്. ഷൻസുവിന് iPhone 12 വാങ്ങണം. 12 അല്ല 12 Pro Max വാങ്ങണം അവർക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞങ്ങൾ എക്സൈറ്റിൽ പോയിട്ട് അതിൻ്റെ റേറ്റൊക്കെ നോക്കിയിട്ട് വാങ്ങിയിട്ട് തിരിച്ചു വരുള്ളൂ. ആക്ച്വലി ഒരു 1 month മുമ്പേ നമ്മളിങ്ങനെ iPhone വാങ്ങുന്നതിനെ കുറിച്ചിട്ട് ഇങ്ങനെ വാങ്ങണം, അവൾ അതിനു വേണ്ടി പൈസ സേവ് ചെയ്ത് ലാസ്റ്റ് ഫൈനലി ഇന്നാണ് ഡേ. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ഇഷ്ടമുള്ള സന്തോഷമുള്ള കാര്യങ്ങളല്ലേ വീഡിയോയിൽ കാണിക്കണ്ടേ. അപ്പോൾ ഇതെന്തായാലും ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ആൻഡ്രോയിഡാണ്. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ എന്തായാലും ഐഫോൺ വേണം. അപ്പോൾ എന്തായാലും ഷൻസിൻ്റെ ഐഫോണായിരിക്കും നമ്മൾ ഇനിയുള്ള വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് അവിടെ പോയിട്ട് പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ വാങ്ങാനുണ്ട്. നമ്മുടെ വ്ളോഗിൽ വേണ്ട കുറച്ച് സാധനങ്ങൾ കൂടെ നോക്കി വെക്കാമെന്ന് വിചാരിച്ചു. പെറ്റാണെങ്കിൽ വാങ്ങും. അപ്പോൾ ഇനി നമ്മളവിടെ ഷോപ്പിൽ എത്തിയിട്ട് കാണാം. അതുവരെയും ബൈ. എക്സൈറ്റിന് മുമ്പിലാണ് ഞാൻ കാണിക്കാം. ഇത് ഫ്രണ്ട് ക്യാമിൽ എടുക്കണം, അപ്പോൾ തല തിരിഞ്ഞിട്ടേ കാണുള്ളൂ. പക്ഷെ നമ്മളെ എക്സൈറ്റിന് മുമ്പിലാണ്. ഞാൻ ബാക്ക് ക്യാമിൽ കാണിക്കാം. അപ്പോൾ നമ്മൾ അകത്ത് കയറാൻ പോവാ. ഷൻസിന് പ്രത്യേകിച്ച് എക്സ്പ്രഷൻ ഒന്നും ഒരു മാറ്റമില്ല. ഐഫോണൊക്കെ എനിക്ക് സ്ഥിരമാണ്. ഐഫോണൊക്കെ യൂഷ്വലി ഞാൻ യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ ഇടുത്തിറങ്ങി വരുമ്പോൾ ഒടുക്കത്തെ ഹെഡ് വെയിറ്റ് ആയിരിക്കും. പക്ഷെ നോക്കാം, നമുക്ക് അകത്ത് പോയിട്ട് iPhone 12 നോക്കിയിട്ടല്ല വാങ്ങിയിട്ട് വരാം. ബൈ. അഞ്ചു ഇവിടെ കഷ്ടപ്പെട്ട് അവളുടെ വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. അതിലൊരു മൈക്ക് നോക്കിയിട്ടുണ്ട്, പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റിക്ക് നോക്കിയിട്ടുണ്ട്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചുകൊണ്ടിരിക്കുക ആള്. ഞങ്ങള് എക്സൈറ്റിൽ കയറിയിട്ട് ഒന്നും വാങ്ങിയില്ല എന്ന് പറയാൻ പറ്റില്ല. ഷൻസ് എന്താ വാങ്ങിയെന്ന് പറഞ്ഞേ? ഷൻസ് മേടിച്ചത് കാണിച്ചു തരാം. ഷൻസ് മേടിച്ചത് ഐഫോണിന്റെ ചാർജർ. പക്ഷെ ആദ്യമായിട്ട് എനിക്ക് ഒരാള് ഐഫോൺ വാങ്ങാതെ ഐഫോൺ വാങ്ങുന്നതിന് മുമ്പേ
മുമ്പേ ഐഫോണിന്റെ ചാർജർ മേടിച്ചില്ല, തോട്ടി മേടിച്ച അവസ്ഥയാണ്. ഐഫോൺ കിട്ടിയില്ല, ബട്ട് ചാർജർ കിട്ടി. അതും ചാർജർ എടുത്തിട്ട് ബില്ല് ചെയ്യാതെ പുറത്തേക്ക് ഇറങ്ങുന്ന കക്ഷിയാണ്. ഇപ്പൊ രണ്ടാമത് പോയി അലാം അടിച്ചപ്പോ തിരിച്ചു പോയി ബില്ലടിച്ച് വന്നിരിക്കുകയാണ്. അതിന്റെ ഒരു ചമ്മലുണ്ടോ നോക്കിയേ, പറവകാരൻ ഇപ്പൊ തന്നെ കള്ളാന്ന് വിളിച്ചാണ്. ഇവിടെ വെക്കാം. എനിക്ക് വേണ്ട സാധനം ഞാൻ ചെറിയ ഷോപ്പിൽ ഒന്നുകൂടെ നോക്കുകയാണ്. അവിടെ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നു തോന്നണില്ല. അപ്പോൾ എനിക്ക് മൈക്ക് വാങ്ങണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മൈക്ക് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടമായി, പക്ഷെ എനിക്ക് ആ മറ്റേ സ്റ്റാൻഡ് ഇഷ്ടമായില്ല. അപ്പോൾ ഇവിടെ ഒന്ന് നോക്കാൻ നിൽക്കും. കഴിക്കാൻ മുമ്പ് എന്തൊരു ആവേശം അല്ലേ? മുഗൾ ജ്വല്ലറി അല്ല, മുഗൾ ഫസ്റ്റ് ഫ്ലോറിൽ എത്തി. ഇപ്പൊ നമ്മളുള്ളതില്ലേ കുവൈറ്റിൽ തന്നെയുള്ള മുഗൾ മഹൽ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലായിരുന്നു ഞങ്ങൾ വ്യൂ കാണിക്കുന്നത്. ആക്ച്വലി ഇന്ന് December 1 നമ്മൾ ക്രിസ്മസ് ആയതുകൊണ്ട് ഒരു വെജ് മാത്രമേ കഴിക്കത്തുള്ളൂ. അതിൻ്റെ ഒരു വിഷമമുണ്ട്. ഞാൻ ശബരിമലയിൽ പോകുന്നതിന്റെ ഷൻസുന് അങ്ങനെയൊന്നും ഇല്ല. അതുകൊണ്ട് അവള് മാത്രം നോൺ വെജ് കഴിക്കും. പക്ഷേ നോൺ വെജ് കഴിക്കും, പക്ഷെ ചെറിയ നോൺ വെജ് കഴിക്കണമെന്ന് അവള് പറഞ്ഞിട്ടുണ്ട്. അല്ല ഷൻസു, ഞങ്ങള് വെജ് കഴിക്കും. ഇത്ര നേരം വരുമ്പോ ഒന്നും വിശപ്പുണ്ടായിരുന്നില്ല, പക്ഷെ ഇവിടെ വന്നപ്പോ നല്ല വിശപ്പല്ലേ, നല്ല സ്മെല്ല്. എനിക്ക് മഷ്റൂം ഇഷ്ടമല്ല. പിന്നെ ഇതിന്റെ വെജ് അറിഞ്ഞില്ലല്ലോ. ചിക്കൻ കോൺ സൂപ്പാണ്. ഞാൻ പുറത്തു കഴിക്കാം. ഫുഡ് വരെ ഒരു 12 മിനിറ്റ് എടുക്കും. അതിനിടയ്ക്ക് ഞാൻ കുറച്ച് സാധനങ്ങളോട് വെച്ച് കാണിച്ചു തരാം. ഇതിനുള്ള എന്താണ് നമുക്ക് അൺബോക്സിങ് ചെയ്യാൻ വരാം. പലതരം അൺബോക്സിങ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടിട്ടുണ്ടാവില്ല. നെറ്റ് വൈപ്സ്, പക്ഷെ ഇത് ആക്ച്വലി ഇപ്പൊ അധികം ആവശ്യമില്ല. കാരണം ഇപ്പൊ ക്ലൈമറ്റ് നല്ലതാണ്. ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് അറിയാൻ പറ്റും. ഓത്തന്റിക് അച്ചാർ. മേക്കപ്പ് ഉണ്ട്. മനസ്സിലും ആക്കിയത് വേണം. എനിക്ക് ഞാൻ അൺബോക്സ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഈ ബോക്സ് കഴിഞ്ഞു. അടുത്ത് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് അതിൽ കാണണ്ട പപ്പടം. ഇത് ഇതിനൊരു ആദ്യമേ തരണേ. പിന്നെ ഇതൊരു ചൂടുള്ളതാണോ? നല്ല പൊളച്ചിട്ടില്ല. അത് ചുട്ട പപ്പടം. അച്ചാറ് അച്ചാറ് പൊളി. ഇത് നല്ല ഇതിലെല്ലാം ഇതിലെല്ലാം മുളകടി. ഇത് മുളക് കഷ്ണം ഇവരോട് വേണം അച്ചാറൊക്കെ റിപ്ലനിഷ് ചെയ്യും. എന്തെങ്കിലും കഴിക്കളക്കുള്ള ഞാനിപ്പോൾ മുളക് തന്നു, ഒരു കുഴപ്പമില്ല. പൈസ ഷൻസുൻ്റെ എഴുന്നറിയ പൈസ ആർക്കെങ്കിലും കാണണം. ഷൻസു ATM ഫുൾ പൈസ വിഡ്രോ ചെയ്തു. അതുവഴി നിന്ന് എണ്ണുന്നുണ്ട്. അതാണ് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്. കാണിക്കണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ കാണിക്കണ്ട. ആൾക്കാർ കണ്ണു വെച്ചാലോ? ആൾക്കാർ കണ്ണു വെച്ചാലോ ഉള്ള സാലറി. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെയല്ല, കുവൈറ്റിൽ നമ്മുടെ എല്ലാവർക്കും അറിയാം. ഒരു ഏടി നമ്മുടെ നാട്ടിലെ ഒരു ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ച് 242 ഉണ്ട്. 42 ഇന്നത്തെ റേറ്റ് നമ്മൾ 242 ഉണ്ട്. നമ്മൾ സാലറി വരുമ്പോഴാണ് ഇതിന്റെ റേറ്റിംഗ് ഒക്കെ നോക്കാറ്. കാരണം വെച്ചാൽ കാശില്ലല്ലോ കയ്യില്. അപ്പോൾ
ശരിക്കും ഇവിടെ നല്ലതാണ്, ആംബിയൻസ് ഒക്കെ നല്ലതാണ്, എനിക്കിഷ്ടമായി. പക്ഷേ ഇല്ലേ നല്ല റേറ്റാണ്. ഈ ഊള ഫ്രണ്ട്സിന്റെ കൂടെ വരണേക്കാൾ നല്ലത് നമ്മള് ഇപ്പൊ ആരെങ്കിലും പോയിട്ട് വരാൻ അങ്ങനെ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ലവേഴ്സിന്റെ കൂടെ വരാണെങ്കിൽ കുറച്ചുകൂടി റൊമാൻറ്റിക് ആയിരിക്കും. പക്ഷെ പിച്ചക്കറിയല്ലേ നീ? ഫ്രണ്ട്സിനോടാണ് കൊള്ളാം. അപ്പോൾ ഫുഡിന്റെ വീഡിയോസ് ഞാൻ ഞങ്ങൾക്കും അത് തന്നെ തോന്നുന്നു, അല്ലേ? ഭയങ്കര ലാഗാണ്. ലാഗ് മീൻസ് ഫുഡ് വരാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ്. പ്രത്യേകിച്ച് ഇപ്പൊ എല്ലാവരും പറയും ദുബായിലാണ് കുറേ ഉള്ള കാണാനൊക്കെ, പക്ഷെ കുവൈറ്റിൽ കുറേ സ്ഥലങ്ങളുണ്ട് കാണാൻ ശരിക്കും. പക്ഷെ നമ്മൾ അങ്ങനെ അധികം ദുബായ് പോലെ ആരും അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ, ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടു നോക്കി. പക്ഷെ അതിലൊന്നും അത്ര അങ്ങോട്ട് കുവൈറ്റ് പോലെ എക്സ്പ്ലോർ ചെയ്യുന്നില്ല. അല്ല മീൻസ് ദുബായ് പോലെ എക്സ്പ്ലോർ ചെയ്യുന്നില്ല കുവൈറ്റ്. നമ്മളിപ്പോൾ ചെയ്യുന്ന പോലെ ചെയ്യാം. എണ്ണി കഴിഞ്ഞ 400. ഷൻസ് എണ്ണുന്നത് എന്താണെന്നറിയോ? ഐഫോണായി വാങ്ങാൻ വേണ്ടി എത്ര പൈസ ഉണ്ട് കയ്യിലാണ്. ഇപ്പോൾ ഷൻസിൻ്റെ എത്ര പൈസ ഉണ്ട്? ഷൻസ് ഈ റെസ്റ്റോറൻറ്റ് ഞങ്ങളിപ്പോൾ ഫസ്റ്റ് ടൈം വരുന്നത്. നല്ല എക്സ്പീരിയൻസ് ആണ്, നല്ല ആംബിയൻസ് ആണ്. ഇവിടെ ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള മ്യൂസിക് നല്ല രസമുണ്ട് കേട്ടിരിക്കാൻ. പിന്നെ ഫുഡ് നമുക്ക് നോക്കാം. ഞങ്ങൾക്ക് ഏത് റെസ്റ്റോറൻറ്റിൽ പോയാലും ഫുഡ് പെട്ടെന്ന് തരണം, അല്ലെങ്കിൽ നമുക്ക് ആ റെസ്റ്റോറൻറ്റിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയാണ്. അപ്പോൾ 12 മിനിറ്റ് എന്ന് പറഞ്ഞു. അതിനിടയ്ക്കാണ് ഞാൻ ഈ അൺബോക്സിംഗ് ഒക്കെ കാണിച്ചത്. അപ്പോൾ ഷൻസൂന് ഇതുവരെ ഫോൺ കിട്ടിയിട്ടില്ല. അതിൻ്റെ ഒരു നിരാശ മാറ്റാനായിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വെച്ച് വന്നത്. നിരാശയുടെ മുഖമാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. ഷൻസന്റെ നിരാശ. ഷൻസ് സങ്കടം ഉണ്ടോ? അൻസു സങ്കടം ഉണ്ടോ? ഉണ്ടാവാതിരിക്കില്ലല്ലോ. അതെന്തോ അത് നോക്കി അങ്ങോട്ട് നോക്കിയാ എന്തോ ഇരിക്കുന്നേ? ആനയുടെ അപ്പുറത്തെന്താ? എന്ത് ഈഗിളാണോ അത്? ആഫ്രിക്കൻ തത്ത. അത് തുടങ്ങി ഹണിയുടെ ആഫ്രിക്കൻ തത്ത ഇടിയത്. അത് ഈഗിളല്ല. അത് കണ്ട് ഈഗിളായി നിങ്ങൾക്ക് തോന്നിയോ? ആഫ്രിക്കൻ തത്ത. അപ്പോൾ നമ്മൾ ഫുഡ് വന്നിട്ട് ഫുഡ് കാണിച്ചു. ഷൻസുന്റെ ഐഫോൺ 12 Pro Max ആണ് ഇപ്പൊ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഫൈനലി ഷൻസ് പറ, ഇവിടുന്ന് കിട്ടിയേ, എങ്ങനെ കിട്ടിയെന്നൊക്കെ പറ. കുറേ സ്ഥലത്ത് നോക്കി ലാസ്റ്റ് ബെസ്റ്റ് യൂസഫിന്നാണ് കിട്ടിയത്. അവിടെ 9 പീസസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ അവർ ഒരു ലാപ്ടോപ്പിന്റെ പരസ്യം പോലെ 9 പീസ് മാത്രം എടുത്തില്ല എന്നുണ്ടെങ്കിൽ ആഫ്റ്റർ 2 months ഒക്കെ എടുക്കുമെന്ന് പറഞ്ഞു. സോ ഫൈനലി ബെസ്റ്റ് യൂസഫിന്ന് അവരുടെ വെയർ ഹൗസിൽ നിന്ന് സാധനം എടുത്തു. നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. നമുക്ക് വീഡിയോയിൽ ഇങ്ങനെ ക്ലാപ്പ് അടിക്കണം. മറ്റേ വീഡിയോ ഷൻസ് അൺബോക്സ് ചെയ്യും. എങ്ങനെ അതിപ്പോ തുറക്കാം? ഓ 5 മാസത്തെ കാത്തിരിപ്പാണ്. ജസ്റ്റ് എനിക്ക് ഈ പാക്കിന് ഇങ്ങനെ കിട്ടുന്നത്. അതന്നെ. ഓ മാഷാഅല്ലാ. ഇതൊരു വൈറ്റ്. ഐഫോൺ 12 Pro Max. ഇതിന്റെ കൂടെ ഒരു ചാർജിങ് വയർ ഉണ്ട്, ഡേറ്റ കേബിൾ ഉണ്ട്, പിന്നെ സെപ്പറേറ്റ് ചാർജർ മേടിക്കണം. ചാർജറിന്റെ കൂടി ഇല്ല. ഇത് എത്ര KD ആയിരുന്നൂടെ എല്ലാവരോടും ഒന്ന് പറയണേ. ഇത് 460 KD പ്ലസ് ചാർജർ 10 KD. ഈ ചാർജറാണ് ഷൻസു മറ്റേ ബില്ലടിക്കാതെ ആദ്യം എടുത്തോണ്ട് വന്നത്. ടെൻഷൻ ഈ ചാർജിങ് പോർട്ട് ഐസായിട്ട് കൈ പിടിച്ചിട്ട് ഇങ്ങനെ വരുമായിരുന്നു. അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത് നമ്മൾ ഐഫോണിന് സാധാരണ അഡാപ്റ്റർ യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചിട്ട് ഷൻസു ഐഫോണിൽ UCam യൂസ് ചെയ്യാൻ പറ്റും. കാരണം UCam ഇല്ലെങ്കിൽ ഷൻസുവിന് ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാ ഇങ്ങനെയാണ് സാധനം.
വാവ് സൂപ്പർ. ഹലോ ഹലോ. ഫൈനലി ഞങ്ങളുടെ ഷൻസ്. ഓ ഇത് ഏത് ലാംഗ്വേജ്? ചൈനീസ്. ഹലോ. ഫൈനലി ബോൺജൂർ. ഇത് സംഭവം വേറെ വേറെ ഭാഷ ബോൺജൂർ എന്ന് വെച്ചാൽ ഹാപ്പി ജേർണി. ഫ്രഞ്ച് ആണത്. ചൈനീസ് ആണ്. പണ്ടേ ഹണി ഫ്രഞ്ചൊക്കെ പഠിച്ചതുകൊണ്ട് ഫ്രഞ്ച് എനിക്കറിയാം. ഇതൊക്കെ ചൈനീസാണ്. ചൈനീസും ജാപ്പനീസും ഒക്കെ ഉണ്ട്. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. മലയാളത്തിൽ മാത്രം അവർ കാണിക്കില്ല. പിന്നെ ഇത് സ്ക്രീൻ കാർഡ് അല്ലേ? ഇതിൽ ഒരുപാട് മിനുക്ക് പണികളുണ്ട്. ഇവർ ഹലോ ഹലോ പറയുന്നല്ലാണ്ട് ഓക്കെ സ്വൈപ്പ് ചെയ്യാൻ പറയുന്നത് ഇംഗ്ലീഷ് ഇംഗ്ലീഷിലാണ്. ഓക്കെ നമ്മൾ സെലക്ട് ചെയ്യുക കൺട്രി റീജിയൻ. ജി എന്നിട്ടാണല്ലോ എച്ച്. അതെ കുവൈത്ത്. സെറ്റപ്പ് മാനുവലി. പ്രിഫേർഡ് ലാംഗ്വേജ് ഇംഗ്ലീഷ്. അറബിക് ഉണ്ട് കേട്ടോ അതില്. വൈഫൈ നെറ്റ്വർക്ക്. അതല്ലാതെ ഇപ്പൊ തൽക്കാലം ഓപ്പൺ ചെയ്തൊരു ക്യാമറ ഓൺ ആക്കാൻ വല്ല വഴിയുണ്ടോ? നമുക്ക് ഹോപ്പ്ഫുള്ളി നമുക്ക് കിട്ടണം. ഓക്കെ ആദ്യം നമ്മള് കൺട്രി ഓർ റീജിയൻ അല്ല ഇങ്ങോട്ട് കാണിക്കാം. എപ്പോഴും എനിക്ക് കാണിക്കാം. കൺട്രി ഓഫ് ഒറിജിൻ കുവൈത്ത്. അത് അടിച്ചു നോക്ക് ഒരു പ്രാവശ്യം കൂടി. അതെ ജയ കഴിഞ്ഞിട്ട് കുവൈറ്റ്. സെറ്റപ്പ് മാനുവലി. പ്രിഫേർഡ് ഇംഗ്ലീഷ്. കസ്റ്റമൈസ് സെറ്റിംഗ് ചെയ്യാം. കസ്റ്റമൈസ് ഇംഗ്ലീഷ് അല്ല കസ്റ്റമൈസ്. ആഡ് ലാംഗ്വേജ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് US ഇംഗ്ലീഷ്. അറബി ഉണ്ട് കേട്ടോ. ഏതെങ്കിലും ഒരു വൈഫൈ കണക്ട് ചെയ്യാനടി. അതായിരിക്കും. ഇല്ല നിർബന്ധമില്ലല്ലോ. ഇതിൽ ഫുള്ള് സംഭവങ്ങൾ ചെയ്യണേ. അപ്പൊ നമ്മളെ ഫോൺ അൺബോക്സ് ചെയ്തിട്ട് ഇതിൽ മൊത്തം ഇത് ചെയ്യേണ്ടി വരും. ക്യാമറ ഓൺ ആക്കാൻ ഒരു വഴിയില്ല. ഫോൺ ഓൺ ചെയ്യണം. കംപ്ലീറ്റ്ലി ഓൺ ആക്കണം. ഫൈനലി നമ്മൾ iPhone 12 Pro Max കുറേ ഓട്ടത്തിന് ശേഷമാണ് എന്റെ കയ്യിൽ കിട്ടിയേക്കുന്നത്. മാസങ്ങൾക്ക് ശേഷം. ഷൻസന്റെ ബാക്ക് സൈഡ് കാണിക്കും. അയ്യോ ഷൻസു. ഐഫോൺ ഇറങ്ങിയപ്പോ തൊട്ട് 11 എടുക്കും, 10 എടുക്കും, 12 എടുക്കും. ഫൈനലി 12 Pro Max നമ്മളെ പറഞ്ഞ് കുത്തിത്തിരിപ്പിച്ച് Pro Max എടുപ്പിച്ചതിന്റെ ക്രെഡിറ്റ് എനിക്ക് വേണം. ഞാൻ ഹണിയോട് ചോദിച്ചിരുന്നു, ഹണി നിനക്ക് ഏതാ ഇഷ്ടം, 12 Pro ആണോ 12 Pro Max ആണെന്ന്. അപ്പൊ ഹണിയാ പറഞ്ഞത് 12 Pro Max തന്നെ എടുത്തോ, കാരണം കുറച്ച് അത്യാവശ്യം ബിഗ് സ്ക്രീൻ ആയതുകൊണ്ട് ഫിലിമൊക്കെ കാണാനുള്ള കാര്യങ്ങൾക്ക് കുറച്ച് സ്യൂട്ടബിൾ ആണെന്ന് വെച്ചിട്ടാണ് 12 Pro Max തന്നെ എടുത്തത്. 12 Pro ആണെങ്കിൽ ഇതിൽ കുറച്ചുകൂടി ചെറുതായിരുന്നു. ഹാപ്പി ഹാപ്പി എൻഡിങ്, ഹാപ്പി എൻഡിങ്, ഹാപ്പി എൻഡിങ്. നമ്മള് ഫുഡൊക്കെ കഴിച്ച് ചെറിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. പ്രത്യേകിച്ച് ഐഫോൺ നമ്മൾ എടുത്തു. ഇന്നത്തെ നമ്മുടെ പ്രധാന കാര്യം ഐഫോൺ എടുക്കലായിരുന്നു. വലിയ ഷോപ്പിംഗ് ആയിരുന്നു. പിന്നെ കുറച്ച് നമ്മൾ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ജ്യൂസ് കുടിച്ചിട്ട് ഇപ്പം ഇങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അൺബോക്സിങ് ചെയ്തു ഐഫോണിൻ്റെ. അതിൻ്റെ ക്യാമറ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റിയില്ല. സെറ്റിങ്സ് നമ്മൾ റൂമിൽ പോയി സാവധാനം ചെയ്തിട്ട് അവള് എക്സൈറ്റഡ് ആണ് ഫോൺ ഓൺ ആക്കി കാണാൻ വേണ്ടി. അടുത്ത വീഡിയോസ് ഒക്കെ നമ്മൾ ഐഫോണിൽ ഇടുമ്പോൾ അതിന്റെ ക്വാളിറ്റി ഒക്കെ നമുക്ക് മനസ്സിലാവും. ഇതിപ്പോ നമ്മൾ OnePlus 8 Proയിലാണ്, OnePlus 8 OnePlus 8 Proയിലാണ് നമ്മൾ വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.